നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 15 ചൊവ്വാഴ്ച. ഇന്ന് അശ്വതി നക്ഷത്രമാണെങ്കിലും ഇന്ന് പിറന്നാളില്ല. അശ്വതി നക്ഷത്രം ഈ മാസം ഒന്നുകൂടി ആവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് നിന്നാണ്. മുരളിയുടെ കത്താണ്. നക്ഷത്രം ഉത്രട്ടാതി. വീടുപടി തുടങ്ങിയിട്ട് ഒരു വർഷമായി. നേരത്തെ നിശ്ചയിച്ചിരുന്നതിനേക്കാൾ വളരെയധികം പണം കൂടുതലായി, എന്നിട്ടും വീട് പൂർത്തിയാകുന്നില്ല. ഇപ്പോൾ പണമില്ലാത്ത ഒരു അവസ്ഥയാണ്. എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണം? എന്താണ് ഒരു മോചന മാർഗം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ജാതകം അനുസരിച്ച് ഭാഗ്യജാതകമാണ്. ഭാഗ്യാധിപൻ വളരെ ബലവാനാണ്. ധാരാളം പണം ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ധാരാളം പണം വന്നു ചേർന്നിട്ടുണ്ടെന്ന് കത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ജാതകമാണ്. എന്നാൽ പണം നിയന്ത്രിക്കാൻ അറിയില്ല. 12മായി വ്യാഴൻ ബന്ധപ്പെട്ടിട്ടുള്ളതുകൊണ്ട് പണം നിയന്ത്രിക്കാൻ അറിയില്ല. ധാരാളം പണം ചിലവായി പോയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീട് വെച്ചപ്പോഴും അനാവശ്യമായിട്ട് ധാരാളം പണം പോയതായിട്ട് കാണുന്നു. പക്ഷേ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. ഈ വർഷം അനുകൂലമായിട്ടുള്ള സമയമാണ്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴൻ സഞ്ചരിക്കുന്ന ഒരു കാലവുമാണ് എന്നുള്ളതുകൊണ്ട് വീട് പണി വൈകാതെ തീരും. 4 മാസത്തിനകം തന്നെ വീട് പണി തീരുവാനും പുതിയ വീട്ടിലേക്ക് ഗൃഹപ്രവേശം നടത്തുവാനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട്. രാശിഫലം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാൻ യോഗമുള്ള ഒരു ദിവസമാണ്. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധയോടുകൂടി അത് പങ്കെടുക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉയർച്ച, കലാരംഗത്ത് ഉയർച്ച, നേട്ടങ്ങൾ, റെക്കഗ്നിഷൻ, ചെറിയ കച്ചവടക്കാർക്ക് ലാഭം, ഇവ ഇന്ന് പ്രതീക്ഷിക്കാം. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ഉല്ലാസയാത്രയ്ക്കും തീർത്ഥാടനത്തിനും ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പഴയ കൂട്ടുകാരെയൊക്കെ കാണുവാനുള്ള ഭാഗ്യവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും, ചെറിയ കച്ചവടക്കാർക്ക് ലാഭവും ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. മിഥുനം രാശി. മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്പം ഒരു കാര്യതടസ്സവും അധിക പണച്ചെലവും കാണുന്നുണ്ട്. ഗവൺമെൻറ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ കൊണ്ടോ ചെറിയ പ്രയാസങ്ങൾ, കുടുംബത്തിൽ ആർക്കെങ്കിലും അധിക പണച്ചെലവ് വരുന്നതുകൊണ്ട് പണം അത്യാവശ്യമായി വന്നേക്കാം. കർക്കിടകം രാശി. പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. പ്രണയിക്കുവാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള ഭാഗ്യമുണ്ട്. മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വരാനുള്ള യോഗമുണ്ട്. വീട് പണി നന്നായി മുന്നോട്ട് പോകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലോൺ രജിസ്ട്രേഷനൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. അല്പം അലച്ചിലധിക പണച്ചെലവ്, വാഹനത്തിനോ ഗൃഹത്തിനോ അല്പം റിപ്പയർ വർക്ക്, പ്രതീക്ഷിക്കാത്ത സമയത്ത് പണച്ചെലവ് വരുന്നതുകൊണ്ട് മനസ്സിന് അല്പം ടെൻഷൻ, ഇവയൊക്കെ വരാം. കന്നിരാശി. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ഗൃഹത്തിൽ പാർട്ടിഷനൊക്കെ നടക്കുവാനും വീട് അധീനത്തിൽ വന്നു ചേരുവാനുമുള്ള ഭാഗ്യമുണ്ട്. ഫ്ലാറ്റൊക്കെ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദിവസവുമാണ്. ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി പണം അധികം ചെലവാക്കുന്ന ഒരു ദിവസവുമാണ്. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. പ്രണയകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ദിവസമാണ്. ഗൃഹത്തിൽ അഭിപ്രായ വ്യത്യാസം വരാതെ ശ്രദ്ധിക്കണം. ആത്മനിയന്ത്രണം അത്യാവശ്യം വേണം. ഓഫീസിലും ബിസിനസ്സിലും അധിക പണച്ചെലവും തെറ്റിദ്ധാരണകളും വരാനുള്ള സാധ്യത ഇന്ന് കാണുന്നതുകൊണ്ടാണ് ആത്മസംയമനം വേണം എന്നിവിടെ സൂചിപ്പിച്ചത്. വൃശ്ചികം രാശി. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. കോപവും വാശിയും ഒക്കെ കൂടുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ സ്വയം ഒരു നിയന്ത്രണം വേണം. ഓഫീസിലും ഗൃഹത്തിലും അഭിപ്രായ വ്യത്യാസം, അധിക പണച്ചെലവ് ഇവ വരാമെങ്കിലും ജോലിയുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ്, ബെറ്റർ ഓഫേഴ്സ്, അത് കുറച്ചുകൂടെ നല്ല ജോലിക്കുള്ള ഓഫേഴ്സൊക്കെ വരുവാനും ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ദൂരയാത്ര, ഉല്ലാസയാത്ര ഇവയ്ക്കുള്ള ഭാഗ്യമുണ്ട്. അധിക പണച്ചെലവ് വരുന്നൊരു കാലമാണ്. ഗൃഹത്തിൽ അല്പം ടെൻഷനോ അഭിപ്രായ വ്യത്യാസമോ വരാം. മനസ്സിന് അല്പം സ്വസ്ഥത കുറവ് വരുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ശനിപ്രീതി അത്യാവശ്യം വരുത്തുക. മകരം രാശി.
ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. കോപമൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു ദിവസമാണ്. ഓഫീസിലും ഗൃഹത്തിലും അല്പം അഭിപ്രായ വ്യത്യാസവും പ്രയാസങ്ങളും വരുന്നൊരു ദിവസമായി കാണുന്നു. വീട് പണി നന്നായി മുന്നോട്ട് പോകും. അധിക പണച്ചെലവ് വരുന്ന ഒരു ദിവസമായതുകൊണ്ട് അല്പം പണം കരുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. കുംഭം രാശി. അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ദിവസമാണ്. വീട് പണി നന്നായി മുന്നോട്ട് പോകും. ജോലിയുള്ളവർക്ക് കുറച്ചുകൂടി നല്ല ജോലിക്കുള്ള അവസരങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസവുമാണെന്നറിയുക. മീനം രാശി. പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ദിവസം നന്നായി മുന്നോട്ട് പോകും. സാമ്പത്തികമായി നേട്ടങ്ങൾ കാണുന്നു. പുതിയ വസ്ത്രം, ആഭരണം ഇവ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ജോലിയുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫർ, സാലറി അരിയേഴ്സ് ഇവയും ലഭിക്കുന്ന ഒരു ദിവസമാണ് എന്നറിയുക.